നമ്മൾ എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്? എല്ലാവരും പറയും ഒരുപാട് കാലം ജീവിക്കാൻ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ, ഒന്ന് ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കാൻ. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എക്സസൈസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് മാത്രമാണ്. നമ്മൾ എന്തിനാ എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സസൈസ് ഈസ് എ നീഡ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ എക്സസൈസ് മസ്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീയിങ് ഡെയിലി ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിന് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ഒരു 10,000 വർഷം ബാക്കിലോട്ട് പോകേണ്ടി വരും. 10,000 വർഷം ബാക്കിലോട്ട് പോകാൻ പറയാനുള്ള കാരണം അന്ന് ചെയ്തിരിക്കുന്ന പല മൂവ്മെന്റുമാണ് നമ്മൾ ഇന്ന് എക്സസൈസ് എന്ന് വേണ്ടി ചെയ്യുന്നത്. ഞാനത് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ രൂപഘടന തന്നെ ഒരുപാട് നടക്കാനും ഓടാനും ചാടാനും കൂത്തുമറിയാനൊക്കെ ഉള്ള ഒരു ബോഡി സ്ട്രക്ചർ തന്നെയാണ് മനുഷ്യന്റെ. ഏതൊരു ഇതിലേക്ക് നീന്താനും എല്ലാ പരിപാടിയും ചെയ്യാനുള്ള ഒരു രൂപഘടനയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സയൻസ് പറയുന്നത് 10,000 വർഷം ബാക്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ഒരു ദിവസം 10 മുതൽ 15 കിലോമീറ്റർ വരെ നടക്കുമായിരുന്നു എന്നാണ്. ഈ നടക്കുന്ന വഴിയിലാണ് അന്നത്തെ കാലത്ത് ഭക്ഷണം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അതറിയാലോ എല്ലാവർക്കും. നടക്കുന്ന വഴിയിൽ വേട്ടയാടിയിട്ടാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ അന്ന് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടത്തം ഇന്ന് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ന് ഈ കുന്നും മലകളൊക്കെ കയറി ഇറങ്ങുമായിരുന്നു. കാരണം പല ആവശ്യങ്ങൾക്ക് ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടൊക്കെ കുന്നിൽ കയറണം. ഈ കുന്ന് കയറുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൃഗത്തിനെ കാണും. ആ മൃഗം നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടും. നമ്മൾ മൃഗത്തിനെ ആക്രമിക്കാം, മൃഗത്തിനെ ഓട്ടിക്കും. ഈ സാധനങ്ങൾ, ഈ കുന്നും മലയും കയറി ഇറങ്ങുന്ന സംഭവം ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഹിൽ സ്പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ VO2 മാക്സ് കൂടാനും അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ബൂസ്റ്റ് ആവാനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹിൽ സ്പ്രിന്റ് ചെയ്യാറുണ്ട്. അത് നമ്മൾ അന്നത്തെ കാലത്ത് ചെയ്താണ്. പിന്നെ റണ്ണിങ്, ഈ മൃഗത്തിനെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൃഗം നമ്മളെ ഓട്ടിക്കാൻ നമ്മൾ റണ്ണിങ് ചെയ്യുന്നുണ്ട്. സ്പ്രിന്റിങ്, മൃഗം നമ്മളെ ഓട്ടിക്കാൻ നമ്മൾ സ്പ്രിന്റാ ചെയ്യുക. നമ്മൾ വേട്ടയാടാൻ പോകുമ്പോൾ നമ്മൾ നടക്കുക ചെയ്യാം. നമ്മൾ മൃഗത്തിനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ സ്പ്രിന്റിങ്ങാ ചെയ്യാം. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഡെയിലി ലൈഫിൽ ഇന്നും ഇതൊക്കെ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. ഇനി നമ്പർ 2, എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഷാർപ്പ് ആവുമെന്ന് പറയുന്നുണ്ട്. സയന്റിസ്റ്റുകൾ ഇത് എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടുള്ള ആൾക്കാർ മൃഗത്തിനെ പിടിക്കണം. ഇപ്പൊ നമ്മളെ കൊണ്ട് കാട്ടി വിട്ടിട്ട് മൃഗത്തിനെ പിടിക്കാൻ പറഞ്ഞാൽ നടക്കില്ല. മൃഗം നമ്മളെ ഒന്ന് കടിക്കും. പക്ഷെ പണ്ടത്തെ ആൾക്കാർ ഈ പറയുന്ന അത്ര പണ്ടൊന്നും 10,000 വർഷം പണ്ടൊന്നും പോയിട്ടില്ലെങ്കിലും കുറച്ച് വർഷങ്ങൾ ബാക്കിലോട്ട് പോകുമ്പോൾ തന്നെ ആളുകൾ ഇതേപോലെ വേട്ടയാടിയിട്ട് തന്നെയാണ്. കൃഷി കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, കൃഷി കണ്ടുപിടിച്ചതിന് ശേഷം കുറച്ച് കാലങ്ങൾ വേട്ടയാടി ജീവിച്ച ആളുകളുണ്ട്. അപ്പോൾ സയന്റിസ്റ്റുകൾ പറയുന്നത് ഈ അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പായിരിക്കും. കാരണം അവരുടെ ബ്രെയിൻ ഷാർപ്പ് ആയതുകൊണ്ടാണ് അവർ തീ കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും അവർ കണ്ടുപിടിച്ചതിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അത് മനസ്സിലാക്കണം. അവർ കണ്ടുപിടിച്ചതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രെയിൻ അത്രത്തോളം ഷാർപ്പാണെന്ന് പറയാനുള്ള മേജർ റീസൺ, ഒരു മൃഗത്തിനെ പിടിക്കണമെങ്കിൽ നല്ലോണം ബ്രെയിൻ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഭയങ്കര മൈന്യൂട്ടായിട്ട് ഫോക്കസ് വേണം. ഹൈലി ഫോക്കസ്ഡ് ആയിരിക്കണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പുലിനെ പിടിക്കാൻ പോകുമ്പോൾ ആ പുലി എത്രത്തോളം അഗ്രസീവ് ആണെന്ന് നമുക്കറിയാലോ. അതിനെ പിടിക്കണത്തിന് തന്നെ എത്രത്തോളം കഴിവ് വേണമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഫോക്കസ്ഡ് ആയിരിക്കും അവരുടെ ആ ഫോക്കസിന്റെ 1/4 പോലും നമുക്ക് ഫോക്കസ് ഇല്ല. അത് സത്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇവര് എക്സസൈസ് ചെയ്യണതുകൊണ്ടാണ്, ഈ വാക്കിങ്ങും റണ്ണിങ് ഒക്കെ ഇവർ ചെയ്യണതുകൊണ്ട്, ഇവരുടെ റൊട്ടീനകത്ത് ഈ മൂവ്മെന്റ് ഭാഗമായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഫോക്കസ് കിട്ടിയെന്നാണ് സയൻസ് പറയുന്നത്. പിന്നെ എനിക്ക് പറയുന്നത് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും. സ്ട്രെങ്ത് ട്രെയിനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഭയങ്കര പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര നടക്കേണ്ടത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ സ്ട്രെങ്ത് ട്രെയിനിങ് പോപ്പുലർ ആവാനുള്ള ഒറ്റ റീസൺ, നമ്മൾ പണ്ട് ഇതേ സാധനം ചെയ്തിട്ടുണ്ട്. ലെഗ്സ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാക്കിങ്ങിന് റണ്ണിങ്ങാണ്. നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം. ലെഗ്സിന് അത് ലെഗ് ഉണ്ടെങ്കിൽ നമ്മൾ നടക്കണം. അതുപോലെ തന്നെ കാർഡിയോ എക്സസൈസും മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ കൈകൾ ലിഫ്റ്റ് ചെയ്യാൻ, പൊക്കാൻ കൈകൾ അത്ര അത്യാവശ്യമാണ്. മനസ്സിലാവുണ്ടോ? കൈകൾ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ, പൊക്കാനും നിലത്ത് വെക്കാനും കൈകൾ ആവശ്യമാണ്. പിന്നെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു മെജോറിറ്റി മസിലാണ് കോർ മസിൽസ്. നമ്മുടെ കോർ മസിൽസ്, ഈ കോർ മസിൽസ് എന്തിനാണെന്നറിയോ? ബാലൻസിങ് ആണ്. നമ്മൾ ഈ നല്ല വെയിറ്റ് എടുത്തിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കോർ എൻഗേജ്ഡ് ആവും. കോറ് നല്ല രീതിക്ക് കോർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെയിറ്റ് എടുത്ത് നടക്കാൻ പറ്റുള്ളൂ. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ സ്കാറ്ററായി ജീവിച്ചവർ ഒരു ടൈം ആയപ്പോൾ കൂട്ടത്തിലിരിക്കാൻ തുടങ്ങി. അപ്പൊ ആ കൂട്ടത്തിലിരിക്കാൻ വേണ്ടി ഇവർ ഫുഡ് എടുത്തിട്ട് വരും, അല്ലെങ്കിൽ ഫുഡ് എടുത്തിട്ട് അടുത്ത മൃഗങ്ങളിലെ കാണാത്ത ഒരു സേഫായ സ്ഥലത്തേക്ക് പോയിട്ട് ഇരുന്നിട്ട് ഭക്ഷിക്കാം. അപ്പോൾ ഇവർ തീ കണ്ടുപിടിച്ചതിന് ശേഷം ഇവർ തീ കൂട്ടിയിട്ട് വിറകുകളൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഇത്രയും വെയിറ്റ് തൂക്കിയിട്ടാണ് ഇവർ നടക്കണതും എല്ലാം ചെയ്യണത്. അപ്പൊ അതേ സാധനം തന്നെയാണ് നമ്മൾ ഇന്ന് ഫാമേഴ്സ് വാക്കുന്നുകൊണ്ട് ചെയ്യണത്. അതുപോലെ നമ്മൾ ഈ ചെയ്യണ സ്ക്വാട്ടും അതുപോലെ തന്നെ ബെൻഡ് ഓവർ, ഡെഡ് ലിഫ്റ്റ്, ഇതെല്ലാം നമ്മൾ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ഓരോ തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണ്. അതിനെ നമ്മൾ കുറച്ചും കൂടി സയന്റിഫിക്കലി കുറച്ചതായപ്പോൾ ഇഞ്ചുറി വരാത്ത രീതിയിൽ കറക്റ്റായി മസിൽസിന് സ്റ്റിമുലസ് കിട്ടുന്ന പോലെ നമ്മൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഈ പുഷ് പുള്ള് ലെഗ് എന്ന് പറയുമ്പോൾ പുഷ് മൂവ്മെന്റ് എന്താക്കിയ വെച്ചാൽ നമ്മുടെ തലിന്റെ മുകളിൽ ഒരു സാധനം എടുത്ത് പൊക്കണം. ഇതാണല്ലോ ഈ പുഷ് എന്ന് പറയുന്നത്. നമുക്ക് പൊക്കാൻ പുള്ള്, നമുക്ക് വലിക്കാൻ.
നമുക്കൊരു സാധനത്തിനെ വലിക്കാൻ, ഇതാണ് ഫുള്ള് മൂവ്മെന്റ്സ്. ഇത്രയാണ് നമ്മൾ അന്നും ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാവുണ്ടോ? അതേപോലെ ലെഗ്, നമുക്ക് നടക്കാനും ഓടാനും എല്ലാ കാര്യങ്ങൾക്കും വെയിറ്റ് എടുത്ത് നമുക്ക് നല്ല വെയിറ്റ് നടക്കണമെങ്കിൽ നമ്മുടെ കാല് സ്ട്രോങ് ആവണം. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ അന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ എക്സസൈസ് ചെയ്യാൻ ഇന്നാവട്ടെ നാളെ ആവട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു എക്സാം ഉണ്ട്, എനിക്ക് ഇന്നൊരു കാര്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എക്സസൈസ് ചെയ്യാൻ, ഇങ്ങനെ വിചാരിക്കണ്ട. കാരണം ഇത് ഒരു നീഡാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഒരു നീഡ് തന്നെയാണ്. നിങ്ങൾ ഇത് ചെയ്യണം. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ ഒറ്റ കാര്യം ഉണ്ടാവും. പഴയ കാലത്ത് മൂവ്മെന്റ് ആണ് ലൈഫ് എന്ന്, ഇന്നും മൂവ്മെന്റ് തന്നെയാണ് ലൈഫ്. എത്രത്തോളം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മൂവ് ചെയ്യുക. അതിനുള്ള എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി പറഞ്ഞുതരാം. ഹേർട്ട്, ലങ്സ്, കിഡ്നി, ലിവർ ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരീരം നമ്മൾ മാത്രം പ്രവർത്തിക്കുന്നില്ല, അകത്തുള്ളതെല്ലാം പ്രവർത്തിക്കും. നമ്മൾ പുറത്തുകൂടിയും പ്രവർത്തിക്കണ്ടേ? ഇത്രയുള്ള ഒരു ബേസിക് കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പുറത്തേക്കും പ്രവർത്തനം അത്ര അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയുള്ള ഒരു ചിന്താഗതി മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. ഇത്രയും കാട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു സംശയമാണ്, ഇന്നും ഇതേപോലെ വർക്കൗട്ട് ചെയ്യണം, ഇത്രത്തോളം 10-15 കിലോമീറ്റർ നടന്നിങ്ങനെ വർക്കൗട്ട് ചെയ്യണം. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോ, അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. സയൻസ് ഇന്ന് അത്രത്തോളം വളർന്നിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? സയൻസിന് അത്രത്തോളം. ഈവൻ 45 മിനിറ്റ് ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി എന്നാണ് സയൻസ് പറയുന്നത്. അത് 100% ട്രൂ ആണ്. കാരണം അതിനനുസരിച്ച് നമുക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഫുഡിങ് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് മസിൽസിന് സ്റ്റിമുലസ് കൊടുത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ആ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ള ടൈമിലും, നമ്മുടെ റെസ്റ്റിംഗ് ടൈമിലും നമ്മുടെ ബോഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മസിൽസ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നമ്മൾ കഴിക്കുന്ന ഫുഡിന് കലോറീസും അതുപോലെ തന്നെ പ്രോട്ടീനൊക്കെ എടുത്തിട്ട് അവിടേക്കും ഈ മസിൽസ് റിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. സയൻസ് ഇന്ന് അത്രത്തോളം അഡ്വാൻസ് ആയിട്ട് പോലും നിങ്ങൾക്ക് ഇന്നും വർക്കൗട്ട് ചെയ്യാൻ വയ്യ. നിങ്ങൾ ഇപ്പോഴും പറയണത് എനിക്ക് എക്സാം ഉണ്ട്, എനിക്ക് അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, ഇന്ന കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാണ്ടിരിക്കണം, നിങ്ങൾ രാവിലെ എണീച്ച് പല്ല് തേക്കാണ്ടിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് നിങ്ങളത് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സസൈസ് ആവശ്യമില്ല എന്നാണ് വിചാരിച്ചത്. എക്സസൈസ് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം തന്നെയാണ് എക്സസൈസ്. നിങ്ങളത് ഒരിക്കലും ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങളത് ചെയ്ത് തുടങ്ങുക. ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ, ഇന്ന് തന്നെ ജിമ്മിലോ ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഏർപ്പെടുക, നല്ലൊരു ഡയറ്റ് എടുക്കുക, ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം കഴിക്കുക. മനസ്സിലാക്കുക. ഇന്ന് സയൻസ് അത്ര അഡ്വാൻസ് ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് മാത്രം കഴിച്ചുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ആലോചിച്ചു, ഇത്രത്തോളം കഷ്ടപ്പെട്ട് വന്നതാണ് നമ്മുടെ ജെനറ്റിക്സ്. നമ്മളെല്ലാവരും അങ്ങനെ ഉണ്ടായതാണ്. നമ്മളെല്ലാവരും ആ ഒരു ഇതിന്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ അതൊന്ന് പരിണാമം സംഭവിച്ചിട്ടുണ്ടായ ആൾക്കാർ തന്നെയാണ് നമ്മൾ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ പരിണാമം സംഭവിച്ചുകൊണ്ട് ഇനിയും ഇവിടെ നിന്നും പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും സംഭവിച്ചിട്ട് ഇത്രയും ഉള്ള കാലിബറുള്ള ആൾക്കാർ നമ്മളുടെയൊക്കെ അവരിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളിലുണ്ട്. ഇത്രയും കാലിബറുള്ള നമ്മൾ വെറുതെ വീട്ടിലിരുന്നിട്ട് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. വർക്കൗട്ട് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പൊ ഇതേപോലുള്ള ടോപ്പിക്കുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.